ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വിയെ പറ്റിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയും കൊടുക്കാൻ പറ്റാത്ത നല്ലൊരു വാറണ്ടിയാണ് ഇവർ തരുന്നത്. നമുക്കൊരു 3 വർഷത്തെ വാറണ്ടി ഇവർ തരുന്നുണ്ട്. 3 വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിക്ക് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും അത് റീപ്ലേസ് ചെയ്ത് തരും. ഒരു കമ്പനിയും കൊടുക്കാത്ത ഒരു വാറണ്ടിയാണ്. നമ്മുടെ ഈ ടി വിയുടെ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ ഐപ്ലസ് എന്നാണ് പേര്. ഇപ്പം അത്യാവശ്യം എനിക്കൊന്ന് കേരളത്തിൽ നല്ലപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടി വിയാണ്, ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയാണ്. ഇപ്പം നമ്മുടെ ഇന്ന് താഴെ വീഴുവോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കുത്തിയിട്ട് മഴക്കാല സമയത്ത് വല്ല ഇടി വെട്ടിയിട്ട് അടിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇവർ 3 വർഷത്തെ ഗ്യാരണ്ടിയിൽ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഇവർ മാറി തരുമെന്നാണ് നമുക്ക് ഉറപ്പ് പറഞ്ഞേക്കുന്നത്. അതാണ് ഈ ടി വിയുടെ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത. നമുക്കൊരു ബ്രാൻഡും തരാത്ത ഒരു കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും അതേപോലെ നമുക്ക് ലോ ബഡ്ജറ്റുള്ള പ്രൈസാണ്. എൻ്റെ ഇരിക്കുന്ന ടി വി എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചിൻ്റെ ടി വിയാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു തരാം എത്ര ആണെന്ന്, അവസാനം ഞാൻ പറയാം എത്ര ആണെന്ന്. അതും ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. ഈ 3 വർഷത്തെ വാറണ്ടിന്ന് കൂടുന്ന ഒരു ഹൈലൈറ്റാണ് ഇതിൻ്റെ പ്രൈസ്. അത് പിന്നെ ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇവരുടെ ബ്രാഞ്ച് വരുന്നത് ചേർത്തലയുണ്ട്, ആലപ്പുഴയുണ്ട്, കാലിക്കട്ടുമുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും ഇപ്പോൾ എല്ലായിടത്തും ആയി വരുന്നുമുണ്ട്. ഇപ്പോൾ എനിക്കൊന്നൊരു തൃശ്ശൂരെങ്ങാണ്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ഔട്ട്ലെറ്റ് ഇവർ തുടങ്ങിയിട്ടുണ്ട്. ടി വിയുടെ ടി വി നല്ല ഇവർക്ക് ഹോം തിയേറ്ററുണ്ട്, സൗണ്ട് ബാറുണ്ട്, പിന്നെ ടവർ സ്പീക്കറുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് കൂടുതൽ വിശേഷമായിട്ട് നമ്മൾ ഈ ടി വിയുടെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഗൈസ്, ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഇതിൻ്റെ റിമോട്ട്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇതുണ്ടോ, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് വീഡിയോ എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് കയറുണ്ടാവും. പിന്നെ വോയിസ് അസിസ്റ്റൻ്റ്, ഹോം, പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതൊക്കെ മൗസിൻ്റെ വരുന്ന. അതായത് നമുക്ക് ഇതിൽ തന്നെ മൗസായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പിന്നെ പവർ ബട്ടണ്, ബാക്കിയെല്ലാം നമുക്ക് നോർമൽ എല്ലാ ടി വിയിലും വരുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇടുന്ന സ്ഥലം, 2 ബാറ്ററി വരുന്നത്. ഇനി നമുക്ക് ടി വി ഓൺ ആക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ പോർട്ട് വരുന്നത്. 3 HDMI, ഒരു ഓസ് കേബിള്, 2 USB, പിന്നെ ലാൻ കണക്ഷന് ഇൻ്റർനെറ്റിൻ്റെ, പിന്നെ 3 കോഡ് വെയർ നമുക്ക് കുത്താൻ പറ്റും. കോഡ് വെയർ ടൈപ്പ് പണ്ടത്തെ പോലെ കുത്തുന്ന ടൈപ്പാണ്. ഇത്രയാണ് ഇതിന് പോർട്ട് വരുന്നത്. ഇനി നമുക്ക് ടി വി ഓൺ ആക്കാം. ഇതാണ് പവർ ബട്ടൺ. കണ്ടോ, ഐപ്ലസിൻ്റെ ബ്രാൻഡ് വന്നിട്ടുണ്ട്. ഇതാണ് അവരുടെ എംബളം. ഇപ്പം ടി വി ഓണായി വരുമ്പോൾ അതിൻ്റെ ഹോം പേജ് വരും. കണ്ടോ, ആൻഡ്രോയിഡ്. ടി വി നല്ല സ്മൂത്താണ്. കാരണം ഇതിൽ തന്നെ ഇപ്പോൾ എല്ലാ സ്മാർട്ട് ടി വി അറിയില്ല. സ്മാർട്ട് ടി വി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന്. ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട്, പിന്നെ അവർക്ക് അവരുടെ തന്നെയായിട്ട് സ്റ്റോർ ഉണ്ട്. ഇതുണ്ടോ, കണ്ടോ, ഇതെൻ്റെ ഹോം, വീഡിയോ. നമുക്ക് പെൺഡ്രൈവിനകത്ത് ഊതിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാൻ പറ്റും, മ്യൂസിക്, ആപ്ലിക്കേഷന്. ഇതാണ് അവരുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത്. നമ്മളിതിനകത്ത് കയറ്റിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കാണാം. കണ്ടോ, സ്റ്റോർ കണ്ടോ, പ്ലേ സ്റ്റോർ. ഇതെല്ലാം ഞാൻ നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് കയറ്റിയേക്കുന്ന ആപ്ലിക്കേഷൻസാണ്. അതായത് 1 2, അതായത് യൂട്യൂബ്, 45, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഏതാ, ഇതല്ല, നിലവിൽ ഇത്ര പിന്നെ നമ്മുടെ ഇതും കയറ്റിയിട്ടുണ്ട്, VLC. ഇത് ഞാൻ പെൺഡ്രൈവിനകത്ത് കണക്ട് ചെയ്തേക്കുന്നുണ്ട്. പെൺഡ്രൈവിൻ്റെ ഇതാണ് കാണിച്ചേക്കുന്നത്, ഇപ്പോൾ മെസ്സേജ് വന്ന് കാണിച്ചേക്കുന്നത്. പിന്നെ ഹോട്ട്സ്റ്റാർ. ഇത് ഇത്ര സാധനം നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്ലേ സ്റ്റോർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്പ്, ഗെയിമോ അല്ലാതെ പറയുന്ന ആപ്ലിക്കേഷൻസോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പ്ലേ സ്റ്റോറൊക്കെ ഇൻ്റർനെറ്റ് ഇല്ലാതെ ഓപ്പൺ ആകത്തില്ല. ഇത് ഇൻ്റർനെറ്റുമായിട്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇന്നത്തെ എല്ലാ ആപ്ലിക്കേഷനും ഉണ്ട്. നമുക്ക് ഒരുമാതിരിപ്പെട്ട, അതായത് ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടുന്നത് എന്തൊക്കെ ഐറ്റം ഉണ്ടോ അതെല്ലാം ഒരുമാതിരി ഇതിനകത്തുള്ളതാണ്. കണ്ടോ, എല്ലാ സിസ്റ്റം ഇതിനകത്തുണ്ട് ഓൾറെഡി തന്നെ, നമുക്ക് വേണ്ട ഐറ്റങ്ങളെല്ലാം. അത് ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾക്ക് ഇത് മേടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളവിടെ ജസ്റ്റ് അവരുടെ കമ്പനിയിൽ പോയി നോക്കുമ്പോഴേ
ചെക്ക് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ടി വിയുടെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇതുണ്ട്, ഇതിപ്പോൾ ഞാൻ ബാക്കി കാര്യമൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ യൂട്യൂബ് എല്ലാം ഇതിനകത്ത് വർക്കാവും. നമുക്കറിയാമല്ലോ സ്മാർട്ട് ടി വിയിൽ എന്തൊക്കെ എടുക്കാൻ പറ്റും അതെല്ലാം എടുക്കും. അപ്പോൾ ഇതിന് ഒരു കാര്യം പറയാം, നല്ല സ്പീഡാണ് കേട്ടോ, എല്ലാം നല്ല സ്മൂത്താണ്. ഇതുകൊണ്ടോ വർക്ക് ചെയ്യുന്നത് തന്നെയാണെങ്കിൽ നല്ല സ്മൂത്താണ്. നമ്മുടെ ഇൻ്റർനെറ്റ് അതുപോലെ സ്പീഡിലുള്ള ഇൻ്റർനെറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇപ്പം നിലവിൽ വേണമെങ്കിൽ ഞാൻ നോക്കട്ടെ, ഒരു 4Kയുടെ വേണമെങ്കിൽ ഒരു ഇതിട്ട് കാണിച്ചു തരാം നിങ്ങളെ. 4K വീഡിയോ സോങ് അല്ലെങ്കിൽ ഇതാണ് ഇതിടാം 8K ഉള്ള സംഭവം. ആടാണേ, ആട് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അത് യൂട്യൂബ് ഓണാക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആടിങ്ങനെ ഇടയ്ക്ക് കയറി വരാറുള്ളൂ. കാണിക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, ഈ ടി വിയുടെ ഒരു ക്ലാരിറ്റി നിങ്ങൾ കണ്ടോ, സൗണ്ട് കണ്ടോ, സൗണ്ട് വേണം ജസ്റ്റ് ഒന്ന് കേട്ടോ. കൂടുതൽ സൗണ്ട് ഇടാൻ പറ്റത്തില്ല. സൗണ്ട് ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും അടിപൊളി സാധനമാണ്. കണ്ടോ ക്വാളിറ്റി നിങ്ങൾ കണ്ടോ ഈ ടി വിയുടെ. ഇത് 4K ടി വി അല്ല, പക്ഷെ എന്നാലും ഇത് 4K എല്ലാം സപ്പോർട്ട് ചെയ്യും, ഒരു വിഷയവുമില്ല. നമുക്കിത് ഓടിച്ചു വിട്ട് നോക്കാം കുറച്ച് എങ്ങനെ ഉണ്ടെന്ന്. ക്ലാരിറ്റി കണ്ടോ. ഇതാണ് ഈ ടി വിയുടെ നമ്മുടെ ഒരു മെയിനായിട്ട് പറയാനുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ബഡ്ജറ്റ് പ്രൈസിൽ, അതായത് ലോ ബഡ്ജറ്റിലുള്ള ടി വി എന്ന് പറഞ്ഞാൽ അടിപൊളി ടി വി 42 ഇഞ്ചിൻ്റെ ടി വി എന്ന് പറഞ്ഞതിൻ്റെ പ്രൈസ്, അതാണ് അടുത്ത ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഇതാണ് ഈ ടി വിയുടെ ഒരു മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് നോക്കാം. ഈ ടി വിയുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 19 രൂപ അടുത്ത് ഈ ടി വിക്ക് വരുന്നുള്ളൂ. കാരണം ഇത് 19 രൂപ അടുത്ത് വരുന്നത് കാരണം ഈ ടി വി 4K ടി വി അല്ല. 4K അല്ലാത്തതുകൊണ്ടാണ്. 4K ആണ് ഒരു 3000 രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4K നല്ല കിടിലൻ ടി വി കിട്ടിയേനും. ഇതിപ്പോൾ ആൻഡ്രോയിഡ് OS ആണ് കിട്ടിയത്. വെബ് OSൻ്റെ ഉണ്ട്, നമ്മൾ ആൻഡ്രോയിഡ് OSൻ്റെയാണ് എടുത്തേക്കുന്നത്. പറയാനാണ് ഈ ടി വിക്ക് ഒരു രക്ഷയില്ലാത്ത ടി വിയാണ്. 19 രൂപയ്ക്ക് 3 വർഷത്തെ വാറണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അവരത് റീപ്ലേസും തരുന്നു. നമുക്കത് വാറണ്ടി അല്ല ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ട്. ഇത് നടത്തുന്നത് നമ്മളൊരു ജോണേറ്റൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നടത്തുന്നത്. പുള്ളി തമിഴിനാണ്, എന്നാലും നമ്മൾ മലയാളമൊക്കെ അറിയാം. പക്ഷേ പുള്ളി നമ്മുടെ കേരളക്കാർക്ക് ഇപ്പോൾ ജീവനാണ്. എന്നാൽ അതുപോലെ ഒരുപാട് ടി വി കാര്യങ്ങളും പ്രൊഡക്റ്റുകളൊക്കെ പുള്ളി ഇലക്ട്രോണിക്സാണ് ഇറക്കുന്നത്. പുള്ളിയെ വിശ്വസിച്ചാണ് നമ്മളെല്ലാ ആൾക്കാരും ടി വി എടുക്കുന്നത്. നിങ്ങൾക്ക് ആൾക്കാർക്ക് ആരെങ്കിലും ടി വി വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഇരിക്കുന്ന നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതിൽ നിങ്ങൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ പോയി നോക്കുക. അവരെ കോൺടാക്ട് ചെയ്ത് അവരോട് ചോദിച്ചാൽ മതി. അവർ പറഞ്ഞു വീട്ടിലവർ എത്തിച്ച് തരും. നമുക്ക് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഈ ടി വിയുടെ വരും 42 ഇഞ്ച് ടി വി വെറും 19,000 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 3 വർഷം വാറണ്ടിയോടെ. ഒരു കമ്പനിയും കൊടുക്കാത്തതാണ്. അത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഏറ്റവും നല്ല സൂപ്പർ പ്രോഡക്റ്റാണ്, സൂപ്പർ പ്രോഡക്റ്റ്. എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിലവിൽ ഞങ്ങളുടെ ടി വി ഇരുന്ന് പോയതായപ്പോഴും അത് പാനൽ മൊത്തം പോയി. അപ്പം അങ്ങനെയാണ് ഇടിപിടിന്ന്. അപ്പം പൈസ ഷോർട്ടേജ് ആയതുകൊണ്ടാണ് 4K എടുക്കാൻ. അല്ലെ അന്ന് 4K എടുത്തതിനായിരുന്നു. 4K എടുക്കാൻ ഷോർട്ടേജ് ആയിപ്പോയിട്ടാണ് 4K എടുക്കാതെ ഫുൾ HD എടുത്തത്. എന്നാലും 4K 8K എല്ലാം സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ 8Kയുടെ വീഡിയോ നമ്മൾ ഇട്ട് എല്ലാം സപ്പോർട്ട് ചെയ്യും. അതിൽ ഒരു കാര്യത്തിൽ കോംപ്രമൈസും വേണ്ട. അപ്പം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ അടുത്തൊരു പുതിയതായിട്ട് കാണുന്നത്. ബൈ.